ഹായ് ഹലോ, രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാനായിട്ട് പോണ കാര്യം, നമ്മളെല്ലാവരും മക്കളെ വളർത്തിണ്ടാക്കിയ രക്ഷിതാക്കൾ തന്നെയാണ്. ഇനി ഇവിടുന്നുള്ള തലമുറകളും വളർത്തി വലുതാക്കുന്നവരെ അങ്ങനത്തെ അച്ഛനും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാന്നേ ഉള്ളൂ. മക്കളെ നമ്മൾ എങ്ങനെ വളർത്തണം, അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് മാത്രം. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അനുകരിച്ചോളൂ. പിന്നെ വീഡിയോയിലേക്ക് കിടക്കണതിൻ്റെ മുന്നേ അമ്മ പറയുന്ന ഒരു പ്രത്യേകപ്പെട്ട ഒരു കാര്യം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ പറയുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കുട്ടികൾക്ക് കൊടുക്കേണ്ട മരുന്ന് നമ്മളുണ്ടല്ലോ, വടി കൊണ്ടാണ് ചില രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഏറ്റവും വലിയ ശിക്ഷണവും രക്ഷണവും എല്ലാം വടി ഉപയോഗിച്ചാണ് ചില രക്ഷിതാക്കൾ, അല്ലേ? അത് പാടെ നിർത്തിയിട്ട് അവർക്ക് സ്നേഹം കൊണ്ട് നിങ്ങൾ അവരെ നന്നാക്കാൻ ശ്രമിക്കണം. സ്നേഹിച്ചിട്ട് തന്നെ വേണം അച്ഛനും അമ്മയും കുട്ടികളെ വലുതാക്കാൻ. അതിനുള്ള ഒരു പ്രത്യേക ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മളുണ്ടല്ലോ, പരസ്യമായിട്ട് ചിലപ്പോൾ ചില കുട്ടികൾ പഠിക്കാൻ കുറച്ച് പിന്നിലേക്കായിരിക്കും. ചില കുട്ടികൾ ചില കാര്യങ്ങൾക്കൊക്കെ പിന്നിലേക്കായിരിക്കും. ചിലവർക്ക് പല്ലും ചൊല്ലും വൈകി വരിക, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ നമ്മളെ കുട്ടികളിലും സംഭവിക്കാം. അപ്പൊ അത് വിചാരിച്ചിട്ടുണ്ടല്ലോ, സമൂഹത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ 10 കുട്ടി നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്, മിടുക്കന്മാരായിരിക്കും ആ 10 കുട്ടികളെ. നമ്മളെ കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും ചില കാര്യത്തിൽ കുറച്ച് വീക്കായിരിക്കും. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും കുറച്ച് പിന്നിലേക്കായിരിക്കും എല്ലാ കാര്യത്തിലും വിചാരിച്ചോളൂ. പക്ഷെ ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട്, മറ്റു 10 കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ കുട്ടിയോട് നമ്മൾ പറയണം, നീ ഒരു മന്ദനാണ്, അല്ലെങ്കിൽ നീ ഒരു മന്തിയാണ്, അവനെ കണ്ടുപഠിക്കുക, അവളെ കണ്ടുപഠിക്കുക. അത് നമ്മൾ പാടെ ഒഴിവാക്കണം കേട്ടോ. അത് അവരുടെ കുഞ്ഞു മനസ്സിലേൽക്കണം, വലിയൊരു മുറിവായിരിക്കും. ഭാവിയിൽ അത് ഒരുപാട് ദോഷം ചെയ്യും കേട്ടോ, കുട്ടികളുടെ വളർച്ചയെ ഒരുപാട് ദോഷം ചെയ്യും. പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടൊരു കാര്യം ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ അടിക്കരുത് എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. അത് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. ഒരു 10 വയസ്സായ ഒരു ആൺകുട്ടിയാണ്, എനിക്കൊന്നൊരു 18 വയസ്സുണ്ട്. ഞാനങ്ങനെ എന്താ പറയാ, കൂടെ കുളിച്ച് വരുന്ന സമയത്തെ ഈ അമ്മ കുട്ടിയെ പിടിച്ചിട്ട് അടിച്ചിട്ട് എനിക്ക് തന്നെ ആകെ സങ്കടമായിട്ടോ. അവൻ എന്തോ ഒരു കുട്ടി തെറ്റ് ചെയ്തു, അവന് 5-8 വയസ്സല്ലേ ഉള്ളൂ. എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തതിന് അമ്മ അവനെ അടിച്ചിട്ടേ പിറ്റേ ദിവസം അവന്റെ കാലൊക്കെ, ഞാൻ അവനെ പിറ്റേ ദിവസം കണ്ടു കേട്ടോ, അവന്റെ മുതൽ കൊണ്ട് കാലും ചെവിയൊക്കെ പിടിച്ച് തിരുമ്പി അവൻ ആകെ തൊടുത്തിരിക്കുന്നു. അവൻ അത്യാവശ്യം കളറുള്ള ഒരു കുട്ടിയാണ്, അത്രേ കറുപ്പ് കളറല്ല, അവൻ കുറഞ്ഞൊരു വെളുപ്പ് കളറിലേക്കുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അവന്റെ ശരീരം മുഴുവൻ വീങ്ങി കണ്ടു കേട്ടോ. അന്ന് മനസ്സിലാക്കി ഞാൻ കുട്ടികളെ അടിച്ചു വളർത്തരുതെന്ന്. ഇന്ന് അവൻ ജീവിച്ചിരിക്കണില്ല കേട്ടോ, അവന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, പാവം. അത് ഏത് കുട്ടിയാന്ന് ഞാൻ പറയണില്ല കേട്ടോ. ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടാവില്ലേ, കുട്ടിയുടെ പേര് പറഞ്ഞാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ വേണ്ടത് കുട്ടികളെ അടിച്ചു വല്ലാതെ വളർത്തരുത് കേട്ടോ. നമ്മൾ സ്നേഹം കൊണ്ട് മാത്രം വളർത്തിയാൽ മതി. നമ്മളും തെറ്റ് ചെയ്യുന്നവരല്ലേ, നമ്മളെ കുട്ടിക്കാലത്തെ കുറിച്ച് നമ്മൾ ആ സമയത്തൊന്ന് ഓർത്ത് പോയാൽ മതി കേട്ടോ. നമ്മളും കുട്ടിക്കാലത്ത് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിരുന്നു അല്ലെ. നമ്മളെ രക്ഷിതാക്കൾ നമ്മളോട് അന്ന് അടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പോഴും അതൊരു വിഷമായിരിക്കും അല്ലെ. എന്നെ അത്രയും അടിച്ചില്ല എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെ. ആ അമ്മയ്ക്ക് അതിലും വലിയ സങ്കടാവും. തീക്കൊള്ളി കൊണ്ട് നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും പൊള്ളും, എല്ലാവർക്കും പൊള്ളും. അല്ലെങ്കിൽ തീക്കൊള്ളി കൊണ്ടാണ് നമ്മൾ ഒരാളെ ഉപദ്രവിക്കണം വെച്ചാൽ ഭയങ്കര പൊള്ളലാണ്. അതുപോലെയാണ് കേട്ടോ നമ്മളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നമ്മൾ വല്ലാതെ കുട്ടികൾക്ക് മുറിവേൽപ്പിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒരു കാര്യമാണ്. പിന്നെ ഉണ്ടല്ലോ, കുട്ടികളെ നമ്മൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടല്ലോ ആകെ കുട്ടികൾക്ക് തമ്പ്രവി ഇടും എന്ന് പറഞ്ഞാൽ അവരാകെ സന്തോഷം കൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള വിചാരത്തിൽ കഴിക്കാത്ത സാധനങ്ങളടക്കം അവർ കഴിക്കാത്തതാണെങ്കിൽ പോലും വിരുന്നുകാർക്ക് കൊടുന്നു വെച്ചേന്ന് ഒന്ന് എടുത്ത് കഴിക്കുക. അതൊക്കെ കാണുമ്പോണ്ടല്ലോ രക്ഷിതാക്കൾ ഷൗട്ട് ചെയ്യണു, ഇവനല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, ആൾക്കാരുടെ മുന്നിൽ വെച്ച് അങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞിട്ട് അവനെയാണെങ്കിലും അവളെയാണെങ്കിലും താഴ്ത്തി സംസാരിക്കുമ്പോൾ കുട്ടിക്കൊരു വിഷമാവും. കുട്ടി എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ, വരുന്നവരുടെ വീട്ടിലും കുട്ടികളുള്ളതല്ലേ. അല്ലെങ്കിൽ വിരുന്നുകാർ വരുന്നതിന്റെ മുന്നേ നമ്മൾ കുട്ടിയോട് പറയണം, മോനെ മോളെ എന്ന് ഇങ്ങനെ ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, അച്ഛൻ്റെ കുട്ടി അല്ലെങ്കിൽ അമ്മയുടെ കുട്ടി അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടത്ര കഴിക്കാൻ കൊടുക്കുക നമ്മൾ. എന്നിട്ട് കൊടുന്ന് വെച്ചോടത്ത് ഭക്ഷണത്തോടെ ആരും ആർത്തി കാണിക്കില്ല. നമുക്ക് വേണ്ടാത്ത സാധനം ഭക്ഷണം മാത്രം. മക്കളെ പണമൊക്കെ എത്ര കിട്ടിയാലും ആൾക്കാർക്ക് തികയണില്ല. പക്ഷെ ഭക്ഷണം അങ്ങനെയാണോ, വയറ് നിറഞ്ഞാൽ നിർത്തും കുട്ടി, പ്രത്യേകിച്ച് നിർത്തും, കുട്ടികൾ പിന്നെ കഴിക്കില്ല. അപ്പോൾ നമ്മൾ അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. ഭാവിയിൽ ആ കുട്ടി അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ആ കുട്ടിക്ക് എപ്പോഴും ഈ ഉറക്കം സംസാരിക്കാനേ അറിയുള്ളൂ. കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകനോട് പറയേണ്ടാത്തത് പറയും, കുട്ടികളോട് പറയേണ്ടാത്തത് പറയും. ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടി ശ്രദ്ധിക്കാവില്ല, കുട്ടി ഉറക്ക സംസാരിക്കും. അപ്പോൾ എന്താവും അധ്യാപകർ പറയാ,
നിങ്ങളുടെ കുട്ടി ഭയങ്കര മോശമാട്ടോ എന്ന് രക്ഷിതാക്കളോട് പറയൂലേ, അധ്യാപകർ പറയും എന്താ കുട്ടി ഇങ്ങനെ നിങ്ങൾ വളർത്തു ദോഷം എന്ന് പറയും. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് വേണം അതൊക്കെ ശ്രദ്ധിക്കാൻ. അല്ലാതെ കുട്ടിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണ സമയത്ത് നമ്മൾ ഉറക്കുറക്ക് സംസാരിച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ചെറിയൊരു കാര്യവും പറയാണ്ടാവുക. അപ്പൊ ആ കുട്ടിയോട് നമ്മൾ അതിന് അത് കേൾക്കും കൂടി ചെയ്യില്ല ചില രക്ഷിതാക്കൾ, അങ്ങോട്ട് ഷൗട്ട് ചെയ്യാണ് അവരോട്. അങ്ങനെ ചെയ്യരുത്, നമ്മൾ വലിയവരല്ലേ, അവർ കുട്ടികളല്ലേ, അവരെ കുഞ്ഞു മനസ്സിൽ മുറിവേൽക്കാതെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതൊരു പ്രത്യേക കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തായാലും എന്ത് ചെയ്താലും ഒരു കുട്ടി ജനിച്ചാൽ അമ്മ മൂത്ത കുട്ടിയായിരിക്കും, ഇത് രണ്ടാമതൊരു കുട്ടിയും കൂടിയും ജനിച്ചു വരും. അതോടുകൂടി അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മൂത്ത കുട്ടിയോടുള്ള ശ്രദ്ധ കുറഞ്ഞു, ഈ ചെറിയ കുട്ടിയായി ലാളിക്കണം. അത് കാണുമ്പോൾ അവന്റെ കുഞ്ഞു മനസ്സ് നല്ല വേദനിക്കും, അവളുടെ ആണെങ്കിലും വേദനിക്കും. പിന്നെ ചിലപ്പോൾ ചെറിയ കുട്ടി നല്ല ബുദ്ധിശാലിയായിട്ടായിരിക്കും, മൂത്ത കുട്ടി അതല്ലെങ്കിലും കടിഞ്ഞ് പൊട്ടയാണ്. അമ്മ പറഞ്ഞു പൊട്ടയാണ്, അച്ഛനും പറഞ്ഞു പൊട്ടയാണ്, സ്കൂളിൽ ചെന്ന മാഷും പറയുന്നു ഈ ഒരു പൊട്ടനൊന്നും പഠിച്ചിട്ടില്ല, വട്ടപൂജ മാർക്ക് വാങ്ങി എന്ന് പറയൂട്ടോ. പക്ഷെ അവൻ ആ പഠിത്തത്തിന്റെ കാര്യത്തിലേ ഉള്ളൂ കുറച്ച് പിന്നാക്കം, മറ്റേലൊക്കെ അവൻ സകലകലാ വല്ലഭനായിരിക്കാം. പക്ഷെ ഭാവിയിൽ ഇങ്ങനെ മൂന്നാളും ഒരുപോലെ അമ്മയും അച്ഛനും മാഷും കൂടി പൊട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടറ കാര്യം പിന്നെ പറയാല്ല കേട്ടോ. അമ്മ എന്നെ പൊട്ടൻ വിളിച്ചു, അച്ഛൻ എന്നെ പൊട്ടൻ വിളിച്ചു, മാഷും കൂടി വിളിച്ചു, ഞാൻ പൊട്ടൻ തന്നെ കുട്ടി കണക്കാക്കും. കുട്ടറ മനസ്സിൽ പിന്നെ എന്താവും, ഡിപ്രഷൻ വളരും. ഡിപ്രഷൻ എന്താണെന്ന് അറിയില്ല കുട്ടിക്ക്, പക്ഷെ കുട്ടറ മനസ്സ് മുഴുവനെ തലയിലൊക്കെ ഒരു തരം മരവിപ്പ് സംഭവിക്കുക കുട്ടിക്ക്. പിന്നെ ആ കുട്ടി പഠിത്തത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, ഭക്ഷണത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിൽ. പിന്നെ ഒരു കാര്യം എന്ത് വെച്ചാല്, എന്ത് ചെയ്താലും കുട്ടി ചെയ്താൽ നമ്മൾ അരുത് 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 എന്ന് പറഞ്ഞ് കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ വിലക്കാതിരിക്കണം. കുറച്ചൊക്കെ അവൻ അനുഭവിച്ചറിയട്ടെ. ചെറിയൊരു മരത്തിൽ അവൻ പൊത്തിപ്പിടിച്ച് കയറുകയാണെങ്കിൽ, കുട്ടി മരാണെങ്കിൽ അവന് വീണ ഒന്നും സംഭവിക്കില്ല. എന്നാലും നമ്മൾ പതുക്കെ പറയാ കുഞ്ഞാ ശ്രദ്ധിച്ച് കയറണം കേട്ടോ, അപ്പൊ അവനെ ശ്രദ്ധിച്ചോളും. അല്ലാതെ ഇട്ടാ അത് കയറരുതടാന്ന് പറഞ്ഞിട്ട് നമ്മള് ലോകം മുഴുവനെ കേൾക്കാൻ തരത്തിൽ ഉച്ചത്തിൽ ഒരു 4 തൊള്ളട്ട ആ കുട്ടിക്ക് വാശി കൂടെ ഉള്ളൂ. ആ കുട്ടി പിന്നെ മരത്തുമ്പിലല്ല കയറുക, പിന്നെ ആ കുട്ടി വേറെ എന്തെങ്കിലും വിക്രസാ കാട്ടുക, കുരങ്ങിയ കുട്ടികൾ കാട്ടുന്ന പോലുള്ള പ്രവൃത്തി കാട്ടി കുട്ടി കൂടുതൽ അപകടത്തിലേക്ക് പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടികളോട് ഷൗട്ട് ചെയ്യാതെ എപ്പോഴും കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അങ്ങനെയല്ല, സൈക്കിൾ ഓടിക്കേണ്ട സമയത്ത് കുട്ടി സൈക്കിൾ ഓടിക്കണ്ടേ, പിന്നെ മലന്ന് കിടക്കുന്ന ഒരു കുട്ടിയല്ലേ കവിന്ന് നീന്തണത്, മൊട്ട് കുത്തണത്, എണീക്കണത്, വീഴണത്, നടക്കണതൊക്കെ ഈ കുട്ടി തന്നെയല്ലേ. അപ്പൊ നമ്മൾ ഭാവിയിലും കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. മലന്ന് കിടന്നിരുന്ന കുട്ടി ഇത്ര വരെ എത്തിയില്ലേ, ഇനി അവൻ പഠിക്കട്ടെ എന്ന് നമ്മൾ വിട്ടു കൊടുക്കണം കുറച്ചൊക്കെ. അത് വിചാരിച്ചിട്ട് തെങ്ങിന്റെ മണ്ടയിൽ കയറുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടി അത്ര ഉയരല്ലേ, അല്ലെങ്കിൽ മോളാണെങ്കിലും അത്രയും ഉയരത്തിലൊന്നും നീ ചെയ്യരുത് കേട്ടോ, കുഞ്ഞു മരത്തുമെന്ന് വേണേ പഠിക്കാന്നേ പറഞ്ഞു കൊടുക്കാവൂ. അരുത് അരുതെന്ന് പറയരുത്. സൈക്കിൾ ഓടിക്കുന്ന പ്രായത്തിൽ കുട്ടി സൈക്കിൾ ഓടിക്കട്ടെ. നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിപ്പിച്ചല്ലേ പറ്റൂ. ഇന്നത്തെ കാലം മാറിയില്ലേ, പണ്ട് കുണ്ടനട വഴികളായിരുന്നു അല്ലേ, ഇപ്പൊ നമ്മളെ മുറ്റത്തേക്ക് റോഡ് വെട്ടിയിരിക്കണം. എല്ലാ രക്ഷിതാക്കളും ചെയ്തു വെച്ചിരിക്കണത് അങ്ങനെയാണ്. അതല്ലേ സൗകര്യം. എല്ലാ സൗകര്യം നോക്കി ടൗണിൽ പോയിരിക്കണ കാലാണ്. പിന്നെ കുട്ടി വണ്ടി ഓടിക്കരുത് നമ്മൾ പറയാൻ പാടുണ്ടോ? പിന്നെ ഒരു പ്രായത്തല്ലേ എല്ലാം പഠിയുള്ളൂ നമുക്ക്. അതുപോലെ കുളത്തിലാണെങ്കിൽ നമ്മൾ കുളത്തിലൊന്നും കുളിക്കലില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഇപ്പൊ അറിയാത്ത നീന്തലാണ്. സ്വിമ്മിംഗ് പൂള് കെട്ടിയിട്ടെങ്കിലും കുട്ടികൾക്ക് നമ്മളെ ഒന്നുമില്ലെങ്കിൽ ടയർ വാങ്ങി കൊടുത്തിട്ടെങ്കിലും കുട്ടികളെ നീന്തൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ നാട്ടിൻപുറത്ത് കുളം ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ തോടുകളും കുണ്ടൻ കിണറുകളും ഒക്കെ എപ്പോഴും ഉണ്ട് അപകടകാരിയായിട്ട്. ഓരോ കുട്ടികൾ ചാടി നമ്മൾ കേൾക്കണില്ലേ, മുങ്ങാൻ ഇറങ്ങിയ കുട്ടിയെ പിന്നെ കാണാനില്ല. അപ്പൊ നമ്മൾ നീന്തൽ എപ്പോഴും കുട്ടിക്ക് പഠിപ്പിക്കണം കേട്ടോ. നീന്തി കഴിഞ്ഞാലാണ് അവന് രക്ഷപ്പെടാൻ പായിക്കും. നീന്തൽ പഠിഞ്ഞൊരു കുട്ടി വെള്ളത്തിൽ അങ്ങനെ അപകടത്തിലേക്ക് പോയിട്ട് നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. അപ്പൊ കുട്ടിയെ നമ്മളെ നീന്തലും പഠിപ്പിക്കണം. അതും ഒരു പ്രത്യേക കാര്യമാണ് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളെ ഷൗട്ട് ചെയ്യാൽ മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ പഠിപ്പിക്കണം. പിന്നെ കുട്ടി നാളേക്ക് വളർന്നു വരേണ്ട ഒരു പൗരനാണെന്നുള്ളത് എപ്പോഴും രക്ഷിതാക്കളുടെ മനസ്സിൽ വേണം കേട്ടോ. ഞാൻ പറഞ്ഞാൽ അപ്പുറം എൻ്റെ കുട്ടി ചെയ്യരുത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. പഠിത്തത്തിൽ മോശമായിക്കോട്ടെ, എല്ലാവർക്കും പഠിച്ചിട്ടല്ലല്ലോ ദൈവം അവന് വായ തന്നിട്ടുണ്ടെങ്കിൽ എരിയും കൽപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവൻ പഠിച്ചിട്ടായിരിക്കില്ല നന്നാവുക. അവൻ നന്നാവില്ല എന്ന് പറയാൻ നമ്മളാരുമല്ല, ഈശ്വരനാണ്. അപ്പുറത്തെ കുട്ടി അവനെ കളിയാക്കി, ഇപ്പുറത്തെ ആൾ അവനെ കളിയാക്കി വിചാരിച്ച് നിങ്ങൾ കളിയാക്കരുത്. നിങ്ങൾ എപ്പോഴും സങ്കടത്തിലും സന്തോഷത്തിലും നമ്മളെ കുട്ടികളുടെ കൂടെ തന്നെ നിൽക്കേണ്ടവരാണ് രക്ഷിതാക്കൾ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയ നമുക്കാണ് ചുട അധികം കേട്ടോ. അല്ലാതെ അവരൊക്കെ ചെയ്യണ കേട്ടിട്ട് നമ്മളെ കുട്ടി പൊട്ടനാന്ന് നമ്മൾ വിധിക്കരുത്. അപ്പോൾ പല കാര്യത്തിലും എന്താ പറയുക, അറിവില്ലാത്ത കുട്ടി ചില കാര്യത്തിൽ അറിവുണ്ടാവും. അവന്റെ കരകൗശലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അവൻ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും. ചില കുട്ടികൾ ചിത്രം വരയ്ക്കായിരിക്കും, ചിലവർ എന്തെങ്കിലും അല്ലേ, ചിലവർ തയ്യല് തുന്നലൊക്കെ കൈത്തുന്നൽ തുന്നി കാണിച്ചു തരും ചില കുട്ടികളെ അല്ലെ. പിന്നെ
ചെറിയ കുട്ടിക്കത്തിരിയൊക്കെ എടുത്തിട്ട് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണാൻ ഷർട്ടിന്റെയും ജാക്കറ്റിന്റെ അങ്ങനത്തെ ഒക്കെ ഇത് അവര് ഡെമോ കാണിച്ചു തരും നമുക്ക്. അപ്പൊ ആ മിടുക്കനാണോ നീയ, മിടുക്കത്തിയാണോ നീയെന്ന് പറയാൻ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും മടിക്കരുത് കേട്ടോ. ഒരു മാർക്ക് കുറഞ്ഞു വിചാരിച്ചിട്ട് അപ്പുറത്തെ കുട്ടിക്ക് 100 മാർക്ക് ഉണ്ടാകും, നിനക്ക് എന്തുകൊണ്ട് 99 കിട്ടിയെന്ന് ഒരിക്കലും ചോദിക്കരുത്. അവൻ അതിലായിരിക്കാൻ മിടുക്കൻ, നമ്മളെ കുട്ടി വേറൊരു കാര്യത്തിലായിരിക്കണം. അപ്പൊ നമ്മളെ കുട്ടി ചെയ്യണം നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മടിക്കരുത് കേട്ടോ. അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിൽ മുറിവേറ്റ് നമ്മൾ ഏത് കാലത്തും മന്തി മന്ദൻ എന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞുള്ള കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർന്ന് അവൻ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നമുക്ക് വിഷമമായിരിക്കും കേട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ അവന് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം അവന് കൊടുത്തേ പറ്റൂ നമ്മൾ രക്ഷിതാക്കളെ. അല്ല ചിലവർക്ക് നമ്മളും കുറച്ചൊക്കെ ചെറുപ്പത്തിലായിരിക്കും അല്ലെ, പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്കും ചെറുപ്പമായിരിക്കും. ചിലവർക്ക് 20 വയസ്സ് അമ്മയ്ക്കായിട്ടുണ്ടാവും, ചിലവർ 18 വയസ്സിൽ പ്രസവിക്കണം അമ്മയും. അന്ന് അമ്മയ്ക്ക് അത്ര തന്നെ ബുദ്ധി ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരു 50 വയസ്സാകുമ്പോൾ നമുക്ക് ബുദ്ധി വരും. പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുട്ടികൾക്ക് അപ്പോഴേക്ക് 25 26 വയസ്സായിട്ടുണ്ടാവും. സ്വാതന്ത്ര്യം എനിക്ക് അമ്മ തന്നില്ല, അച്ഛൻ തന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ നമ്മളെ ഉടനീളം ഉണ്ടാവും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കേൾക്കണം. കാരണം ഈ 55 വയസ്സായ ഞാൻ പറയുന്നത് ഈ 55 വയസ്സായവർ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ഇപ്പൊ കുട്ടികളെ 1, 2, 3 വയസ്സായ കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്ക് എന്ത് കാര്യത്തിലും നമ്മൾ നല്ല റെസ്പെക്ട് കൊടുക്കണം കേട്ടോ. അവർ പറയുന്ന കാര്യങ്ങൾ, അവർ ചില കാര്യങ്ങൾ പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും, നമ്മളെക്കാളും അറിവായിരിക്കും. അവരെന്താ പറഞ്ഞെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം, അച്ഛനും അമ്മയും ഇത് ശ്രദ്ധിച്ച് നമ്മൾ ലഹള കൂടാതിരിക്കണം. പിന്നെ ഉണ്ടല്ലോ കള്ളം പറയുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പിരിവുകാരോ അമ്പല കമ്മിറ്റിക്കാരോ ഒക്കെ വരികയാണ്. അപ്പൊ നമ്മളിൽ നിന്ന് പിരിവ് ഒരു 100 രൂപ 500 രൂപ എഴുതേണ്ട സമയമായിരിക്കും കേട്ടോ. അവര് റെസീറ്റ് ആയിട്ടാവും വരിക. അപ്പൊ കുട്ടിയോട് ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് അമ്മയാണെങ്കിലും അച്ഛനായിട്ടോ ആണെങ്കിലും ഇതൊക്കെ ഇവര് കാണുകയാണ് കേട്ടോ. അപ്പൊ കുട്ടിയോട് പറയണ, അല്ലെങ്കിൽ അമ്മയാണ് ചിലപ്പോ പറയണ്ടാവുക, ചിലപ്പോ അച്ഛനാവും. അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറയും കുട്ട. അപ്പൊ ഈ കുട്ടി അവിടെ ചെന്നിട്ട് ഇല്ല എന്ന് പറയുമ്പോ കുട്ടിക്ക് തോന്നും അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് കുട്ടിക്ക് തോന്നും. അപ്പോഴാണ് കുട്ടി മനസ്സിലാക്കുക ചെറിയ കള്ളങ്ങളൊക്കെ പറയാം. അപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ പിന്നെന്താ എനിക്ക് പറഞ്ഞാന്ന്. അവൻ ആ കള്ളം പ്രയോഗിക്കുന്നത് എവിടെയായിരിക്കുന്നു? ആദ്യം അവൻ സ്കൂളിൽ പ്രയോഗിക്കും. സ്കൂളിൽ പ്രയോഗിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പ്രയോഗിക്കും. ആദ്യം അവൻ സ്കൂളിൽ എന്തെങ്കിലും മാഷോട് ക്ലാസ്സിന് സമയം തെറ്റി കയറും. അവൻ എന്തെങ്കിലും അവന് പറ്റിയെന്നോണ പറയും. ആദ്യത്തെ പീരീഡ് അവൻ കയറില്ല. അങ്ങനെ അവൻ രണ്ടാമത്തെ പീരീഡ് കയറില്ല. അവൻ സ്കൂളിൽ കയറാതെയാവും. അതേപോലെ വീട്ടിൽ വന്നിട്ട് അവൻ പരീക്ഷ എഴുതിയിട്ട് അവൻ പേപ്പർ എന്തെങ്കിലും ആയി എന്ന് പറയും. പേപ്പർ കിട്ടി എന്റെ മാർക്ക് നുണ പറയും. അപ്പൊ നമ്മൾ തന്നെ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടി നുണ പറയുന്നത് നമ്മൾ അറിയാതെ പോകും കേട്ടോ. ചിലപ്പോ കുട്ടി നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് ആ കുട്ടി ആദ്യത്തെ കള്ളം പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ആ കുട്ടിക്ക് കള്ളത്തിനോട് പേടിയില്ലാതെയാവും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. ഇനി ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്കും അറിവുകേടുള്ള ആള് തന്നെയാണ്, മുഴുവൻ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല ഞാനും കേട്ടോ. ജീവിതാനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.